വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യം തന്നെ ഫിഷ് നന്നായി ക്ലീൻ ചെയ്ത് അതിൽ ടർമറിക്, സോൾട്ട്, ചില്ലി പൗഡർ, ലെമൺ ജ്യൂസ് നന്നായി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്രൈയിങ് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഫിഷ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് നന്നായി ചോപ്പ് ചെയ്ത് 2-3 ഒനിയൻ നന്നായി നൈസായി കട്ട് ചെയ്തത്, ഒപ്പം തന്നെ കുറച്ച് ഫെനുഗ്രീക്ക് സീഡ്സ് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ലൈറ്റ് പിങ്ക് ആവോളം നന്നായി റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ആവശ്യാനുസരണം സോൾട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നീട് 1½ ടൊമാറ്റോ നന്നായി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യും. 1½ സ്പൂൺ ഫിഷ് പൗഡർ നമ്മൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഓയിൽ മുകളിൽ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് ആഡ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. വേറൊരു പോട്ട് എടുത്ത് വെച്ച് നമുക്കതിന് വേണ്ട ഗീ ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കാഷ്യൂ, റീസൺ, ഒനിയൻ സ്ലൈസ് ചെയ്ത നല്ല നൈസായി സ്ലൈസ് ചെയ്ത ഒനിയൻ ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതേ പോട്ടിലേക്ക് കുറച്ചുകൂടി ഗീ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് 3-4 ക്ലോവ്സ്, സിനമൺ സ്റ്റിക്ക്, കാർഡമൻ എന്നിവ ആഡ് ചെയ്യുക. അതിലേക്ക് നന്നായി കഴുകി വെച്ച 3 ഗ്ലാസ് ജീരകശാല അരി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 3-4 മിനിറ്റ് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്, ലെമൺ ജ്യൂസ് എന്നിവ ആഡ് ചെയ്ത് ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് റൈസ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് 6 ഗ്ലാസസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കൊറിയാൻഡർ ലീഫും മിൻറ്റ് ലീവ്സും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റൈസ് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായിട്ടൊരു പോട്ട് എടുത്ത് അതിലേക്ക് കാഷ്യൂ, കിസ്മിസ് എല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് മുകളിൽ ഫിഷ് എടുത്ത് വീണ്ടും അതിനെ റൈസ് കൊണ്ട് കവർ ചെയ്യാം. Yummy fish biryani. Now it's ready to serve. Please like and subscribe.